ചാരുമൂട്ടിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവൻ ഒടുക്കിയെന്ന ആരോപണം. ശശി എന്നയാളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2768 രൂപ അടയ്ക്കാൻ വൈകിയതിന് മൈക്രോ ഫിനാൻസിലെ ജീവനക്കാർ രാവിലെ മുതൽ വീട്ടിൽ കയറി ഇറങ്ങിയെന്നും ശശിയെ പുറത്തു പോകാൻ പോലും അനുവദിച്ചു ഇല്ല എന്നും കുടുംബം പറയുന്നുണ്ട്. കുടുംബത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യം അതിലേക്ക്. അച്ഛൻ മരിക്കുന്നതിന്റെ തലേ ദിവസം പുറത്തിയാട് ഫിനാൻസിൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ അച്ഛൻ്റെ ഒരു വളരെ മോശമായിട്ട് സംസാരിച്ചത്. ഇവര് വന്നു പോയതിനു ശേഷം അച്ഛൻ അന്ന് വീട്ടിൽ വന്നിട്ടില്ല. പിറ്റേന്ന് രാവിലെ വരുന്നത്. രാവിലെ വന്നപ്പോഴാ പുറത്തിയാടുന്ന ആൾക്കാർ ഇവിടെ 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഭയങ്കര പ്രശ്നമായിരുന്നു. അച്ഛനെ ഒരുമാതിരി ഓരോന്ന് പറയുകയും എന്നെ പറയുകയും അച്ഛനെ പുറത്തോട്ട് വിടുന്നില്ല. അച്ഛന്റെ സൈക്കിളൊക്കെ പിടിച്ചു വെച്ചിരുന്ന് അത് അവര് പോയതിനു ശേഷം വേറെ താമരക്കുളത്തിൽ നിന്ന് ഫിനാൻസുകാർ വരുന്നു. അവരും ഇതേപോലെ തന്നെ അച്ഛനോട് മോശമായിട്ട് സംസാരിക്കുകയും ബഹളമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. 2768 രൂപ വളരെ ചെറിയൊരു തുകയാണ്. ഒരു മനുഷ്യന്റെ ജീവൻ പോകാൻ അത് കാരണമായി എന്നാണ് പറയുന്നത്. അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. അശ്വിൻ, കൂടുതൽ വിവരങ്ങൾ പറയും. സ്മിത, താമരക്കുളത്ത് വള്ളിക്കുന്നത്താണ് ഈ 60 വയസ്സുകാരൻ ശശി. ഒരേ ധനകാര്യ സ്ഥാപനത്തിന്റെ 2 ബ്രാഞ്ചുകളിൽ നിന്നും 55,000 രൂപയും 60,000 രൂപയും 2 തവണയായി ലോൺ എടുക്കുന്നത്. വീട് പണിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് എടുത്ത ലോണാണ്. ആകെ 1.25 ലക്ഷം രൂപ 2 ബ്രാഞ്ചുകളിൽ നിന്നും എടുത്തു. അതിൽ ആഴ്ചതോറും മൈക്രോ ഫിനാൻസ് ആണ്, അതുകൊണ്ട് തന്നെ ആഴ്ചതോറുമുള്ള തിരിച്ചടവാണ് വരുന്നത്. ആഴ്ചയിൽ 630 രൂപ, അതൊരു മാസമാകുമ്പോൾ ഈ 2678 രൂപ എന്നുള്ള തുകയിലേക്ക് വരും. അങ്ങനെ ഒരു ആഴ്ചയിലെ അടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ 2 ബ്രാഞ്ചിലെയും ജീവനക്കാർ ഇവരുടെ വീട്ടിൽ സ്ഥിരമായി എത്തുകയും ഈ 678 രൂപയുടെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതെന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. ഇതിൽ കുർത്തിക്കാട് ബ്രാഞ്ചിനെതിരെ ഇവർ ആരോപണം ഉന്നയിക്കുന്നില്ല. അവർ വന്ന് കാര്യം പറഞ്ഞു പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഗുരുതരമായ ആരോപണം താമരക്കുളത്തെ ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ബ്രാഞ്ചിനെതിരെയാണ്. നമ്മളും ഇവരെ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആരോപണത്തിന് പിന്നാലെ വിളിച്ചെങ്കിലും മറുപടി ധാർഷ്ട്യത്തിന്റെ സ്വഭാവത്തിലായിരുന്നു. അതിലും വ്യക്തമായൊരു മറുപടി പറയാനോ വ്യക്തത വരുത്താനോ അവർ തയ്യാറായിട്ടില്ല. ഒപ്പം ഈ ആത്മഹത്യക്ക് പിന്നാലെ അവരുടെ താമരക്കുളം ബ്രാഞ്ച് അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് അത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണങ്ങൾക്ക് ശക്തി വർദ്ധിക്കുന്ന കാര്യം. നിലവിൽ താമരക്കുളം പോലീസിലും വള്ളികുന്നം പോലീസിലും ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. എന്താണ് മരണത്തിന് പിന്നിൽ ഇവർ ഭീഷണിപ്പെടുത്തി നടക്കുമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലാണ് കൂടുതൽ വ്യക്തമാവുക. സ്മിത. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ചേർന്നത്.